ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു. പിന്നെ ലാസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്തു ആപ്സിന്റെ കുറച്ച് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റാവുന്ന സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് വർക്കൗട്ടുകൾ കാണിച്ചു തന്നു. അതിന്റെ ഒരു പാർട്ട് 2 ആയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും ആ വർക്കൗട്ടുകൾ ചെയ്ത് നോക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് പേര് അതിന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും. നമുക്ക് സാവധാനത്തെ ചെയ്യാം. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു, ഒട്ടുമിക്ക സ്ത്രീകളിലും ഈ ആഫ്റ്റർ ഡെലിവറി ആണ് ഈ വയറ് ചാടുന്ന പ്രോബ്ലം അല്ലെങ്കിൽ തൂങ്ങുന്ന പ്രോബ്ലങ്ങളൊക്കെ വരുന്നത്. എല്ലാവരും അതാണ് എന്നോട് പറയുന്നത്. ചേച്ചി, എൻ്റെ 2 ഡെലിവറി കഴിഞ്ഞു, എൻ്റെ തൂങ്ങിയ വയറ് ഇതുവരെ റെഡി ആയിട്ടില്ല എന്നൊക്കെ പറയുന്നത്. എല്ലാവരുടെയും പ്രശ്നം ഇത് തന്നെയാണ്. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പെട്ടെന്ന് ഒരു ദിവസം പോയിട്ട് വർക്കൗട്ട് ചെയ്തിട്ടോ പെട്ടെന്ന് ഒരാഴ്ച ഡയറ്റ് എടുത്തിട്ടോ കാര്യമില്ല. നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒരു ഡയറ്റും വർക്കൗട്ടും എപ്പോഴും ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. അപ്പൊ മാത്രമേ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ പലരും എന്നോട് ചോദിക്കും, സ്ത്രീകൾക്ക് മാത്രമാണോ വയറ് ചാടിയത് അല്ലെ തൂങ്ങിയ വയറുള്ളത്? പുരുഷന്മാരിലും കാണാലോ. അതേ, പുരുഷന്മാരിലും ഉണ്ട്. എല്ലാവരും എന്തുകൊണ്ടാണ് ഈ വയറ് ചാടുന്നത് അല്ലെങ്കിൽ ഫാറ്റി ആവുന്നതെന്ന് വെച്ചാൽ, നമ്മൾ നമുക്ക് വേണ്ടതിൽ കൂടുതൽ ഭക്ഷണം നമ്മൾ കഴിക്കും. എന്നിട്ട് നമ്മൾ ഒരു പ്രോപ്പർ വ്യായാമം ചെയ്യത്തില്ല. അപ്പോൾ ആ ഫുഡ് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യും, ബോഡീന്റെ പല പല സ്ഥലങ്ങളിൽ സ്റ്റോർ ചെയ്യും. അങ്ങനെ ഏറ്റവും കൂടുതൽ സ്റ്റോർ ചെയ്യുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ വയറ്. ബാക്കി ഓരോരുത്തർക്കും ഓരോ ഇടങ്ങളിലായിരിക്കും ഫാറ്റ് ഉണ്ടാവുക. ചിലവർ ചോദിക്കും, ചേച്ചി കൈയിന്റെ ഫാറ്റ് കുറക്കണം, അല്ലെ ഷോൾഡറിലെ തൈ തൊടയിലെ ഫാറ്റ് കുറക്കണം, അങ്ങനെയൊക്കെ പറയും. അതാണ്, ഓരോരാൾക്കും ഓരോ ഏരിയയിലായിരിക്കും ഫാറ്റ് സ്റ്റോർ ചെയ്യാം. അപ്പൊ പുരുഷന്മാരിലും ഇതേ പ്രോബ്ലംസ് ഉണ്ടാവും. അവരും വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവും, ഡയറ്റ് എടുക്കുന്നുണ്ടാവും. എല്ലാവരും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രോബ്ലം തന്നെയാണ് ഇത്. ചില ഏരിയയിലെ ഫാറ്റ് അങ്ങനെ കുറക്കണം എന്നൊക്കെ. അപ്പൊ നമ്മൾ ഒരു പ്രോപ്പർ ആയിട്ട് കറക്റ്റ് ഒരു ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നല്ലൊരു ഡയറ്റ് ചെയ്യണം. പിന്നെ ഞാൻ പറയാവുന്ന പോലെ തന്നെ ഫസ്റ്റ് ഒരു സ്ട്രെച്ചിങ് വാമപ്പ് കൊടുക്കണം. ദെൻ ഒരു ഫുൾ ബോഡി വർക്കൗട്ട്, ജമ്പിങ് സ്ക്വാട്ട് ഒക്കെ പോലത്തെ ഒരു ഫുൾ ബോഡി വർക്കൗട്ട്. ദെൻ നമ്മൾ ആപ്സിന്റെ വർക്കൗട്ടിലേക്ക് കിടക്കാം. അങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ട് പോണം. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് അതിലോട്ട് കിടക്കാം. പാർട്ട് 2 ആണ്. കുറച്ച് എക്സസൈസ് ഞാൻ നിങ്ങൾക്ക്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്ന് ആപ്സിന്റെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് കിടക്കുന്നില്ല. ഈ ഒരു പോസ്റ്ററിലാണ് ഇരിക്കുന്നത്. ഇതുപോലെ ഇരുന്നിട്ട് കാല് 1 2 3 4 5 6 7 8 9 10. ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് വയറ് ദീർഘശ്വാസം എടുത്തിട്ട് ഉള്ളോട്ടേക്ക് വലിച്ചു പിടിക്കണം. എന്നിട്ട് മാത്രമാണ് ആപ്സിന്റെ വർക്കൗട്ട് നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇത് നിങ്ങൾ 20ന്റെ 4 സെറ്റോ 3 സെറ്റോ വെച്ച് ചെയ്യാം. സെക്കൻഡ് വന്നിട്ട് ഇതുപോലെ ഇൻ ആൻഡ് ഔട്ട് ആണ് ചെയ്യുന്നത്. ഇൻ ആൻഡ് ഔട്ട് ചെയ്യാൻ നല്ല ഓവറായിട്ട് തടിയുള്ളവർക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങൾ വേറൊരു എക്സസൈസ് ചെയ്യാം. ഞാൻ വേറെ പല എക്സസൈസും കാണിച്ചു തരും, അത് ചെയ്യാം. ഇതുപോലെ ഇരിക്കുക. എന്നിട്ട് 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇതും നിങ്ങൾ 20ന്റെ 4 സെറ്റോ 3 സെറ്റോ തന്നെ കറക്റ്റ് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, തേർഡ് എക്സസൈസിൽ നിങ്ങൾക്ക് ഒരു ഡംബലോ അല്ലെങ്കിൽ വാട്ടർ ബോട്ടിലോ യൂസ് ചെയ്യാം. ഇതുപോലെ ഇരിക്കുന്നിട്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഇതും നിങ്ങൾക്ക് 20ന്റെ 3 സെറ്റോ 4 സെറ്റോ തന്നെ കറക്റ്റ് ചെയ്യണം. നെക്സ്റ്റ് എക്സസൈസ് വന്നിട്ട് നമ്മളിത് ദീർഘശ്വാസം എടുത്തിട്ട് നമ്മൾ ആപ്സ് ഉള്ളിലേക്ക് ടൈറ്റ് ആക്കി പിടിക്കുക. ഓക്കെ, എന്നിട്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഇതും നിങ്ങൾ 20ന്റെ 3 സെറ്റ് വെച്ചിട്ട് തന്നെ കറക്റ്റ്. ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് എക്സസൈസ് ഇതുപോലെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വളരെ ഈസി ആണെന്ന്. ആക്ച്വലി സത്യം പറഞ്ഞാൽ കുറച്ച് ഹാർഡാണ്. ചെയ്യുമ്പോൾ കാണുമ്പോൾ നല്ല ഈസി ആയിട്ട് തോന്നും. നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, ഇത് 20ന്റെ 3 സെറ്റ് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് എക്സസൈസ് വന്നിട്ട് ഇതുപോലെ ഇരുന്നിട്ട് നമ്മൾ ക്രോസ് ആയിട്ട് ടച്ച് ചെയ്യലാണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഇത് നല്ലൊരു എക്സസൈസ് ആണ്. നിങ്ങൾ ഇത് 20ന്റെ 3 സെറ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് എക്സസൈസ് ഇതുപോലെ ഇരിക്കുക, കാല് നിവർത്തി കൊടുക്കുക, വയറുള്ളിലോട്ട് വലിച്ചു പിടിക്കുക. എന്നിട്ട് 1 2
3, 4, 5, 6, 7, 8, 9, 10. ഇതും നിങ്ങൾ 20ന്റെ 3 സെറ്റ് വെച്ചിട്ട് കൊടുക്കണം. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ആപ്സിന്റെ വർക്കൗട്ടുകൾ നമുക്ക് എണ്ണിയാൽ തീരത്തില്ല. നമുക്കൊരു കുറേ വർക്കൗട്ടുകൾ ഉണ്ടാവും. പല പല തരത്തിലുള്ള എക്സസൈസ് ഉണ്ട് ആപ്സിൻ്റെത്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്ന പോലെ തന്നെ എല്ലാം നിങ്ങൾ കറക്റ്റ് ഒരു പ്രോപ്പറായിട്ട് ചെയ്യണം. കറക്റ്റ് ഒരു 20, 30 ആ ഒരു സെറ്റ് കറക്റ്റ് പ്രോപ്പറായിട്ട് ചെയ്യണം. പിന്നെ നല്ലൊരു ഡയറ്റ് എപ്പോഴും ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞായിരുന്നു, വീഡിയോ ലെങ്ത് ആവുന്നത് കൊണ്ടാണ് ഞാൻ വാമപ്പും ഫുൾ ബോഡി വർക്കൗട്ടും ആഡ് ചെയ്യാത്തത്. ഫുൾ ബോഡി വർക്കൗട്ട് നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു ജമ്പിങ് ജാക്സും ജമ്പിങ് സ്ക്വാട്ടൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ജമ്പിങ് ജാക്സ് ഒക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന എക്സസൈസ് ആണ്. അതുകൊണ്ട് പ്രത്യേകം ഞാൻ കാണിച്ചു തരേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഡയറ്റ് നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. ഷുഗറും റൈസും കാപ്സും പരമാവധി നിങ്ങൾ കട്ട് ചെയ്യാൻ ശ്രമിക്കുക. എത്രത്തോളം നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നു അത്രത്തോളം നമുക്ക് നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് വരുന്നതായിരിക്കും. ഇതുവരെ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയറും ചെയ്യണം. നിങ്ങൾക്ക് വിലപ്പെട്ട കമന്റുകളാണ് നെക്സ്റ്റ് വീഡിയോ ഞാൻ ചെയ്യാൻ എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ തരുന്നത്. നിങ്ങൾ കമന്റ്സിൽ ചേച്ചി ഈ പാർട്സിലെ ഫാറ്റ് കുറക്കണം, ഈ പാർട്സിലെ ഫാറ്റ് കുറക്കണം എന്ന് പറയുന്ന കമന്റ്സുകളിൽ നിന്നാണ് ഞാൻ നെക്സ്റ്റ് വീഡിയോ അത് ചെയ്യാം ഇതിൽ ഞാൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ പറയണം, കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.